നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത്, അവർ നിങ്ങളുമായി ഒരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളുമായിട്ട് റീകണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അവർ നിങ്ങളോട് ഹൈഡ് ചെയ്യുന്ന ഇമോഷൻസ് എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ, നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, ഏത് വ്യക്തിക്കായാലും, മെയിൽ ആയിക്കോട്ടെ, ഫീമെയിൽ ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പേരൻസ് എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ, നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു പേഴ്സണെ പൂർണ്ണമായിട്ടും മനസ്സിൽ കൊണ്ടുവന്ന് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആകണമെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇന്ന് നമ്മൾക്ക് ഇങ്ങനെ ഒരു റീഡിങ്സ് എടുക്കാൻ സാധിച്ചതിൽ നമ്മളോട് ഡിവൈനോട് നന്ദിയുള്ളവരായി തീരുക. തീർച്ചയായിട്ടും താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ ഈ ഒരു ബന്ധത്തിൽ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണോ, എന്ത് ചേഞ്ചിങ് ആണോ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന, ഏത് രീതിയിൽ ആ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, അത് നിങ്ങൾ കമൻറ്റിൽ അഫർമേഷൻസ് പോലെ എഴുതുക. അതായത്, പ്രപഞ്ചത്തെ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു, ഈ ബന്ധം ഇന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിലേക്ക് കണക്റ്റ് ചെയ്ത് തന്നതിന്, ഈ വ്യക്തിയെ ഇന്ന എനർജിയോടുകൂടി എന്നിലേക്ക് തിരിച്ചു തന്നതിന് ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു എന്ന് നിങ്ങൾ എവരിഡേ, എല്ലാ ദിവസവും നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സുനിശ്ചിതമാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അഫർമേഷൻസ് എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാകുക, നന്ദി ഉള്ളവരാകുക. നമുക്കിതുപോലൊരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന ഈ ഒരു മറുപടിയോട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങൾക്ക് ഓരോ നിമിഷവും കിട്ടുന്നതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. സെൽഫ് ലവ് എനർജിയിൽ നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സെൽഫ് ലവ് എനർജി. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തികളും, ഓരോ ചരാചരങ്ങളും നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്നത്. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരിലേക്ക് കണക്റ്റഡ് ആയാൽ, മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷ അർപ്പിച്ച് നിങ്ങളെ മറന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ലാസ്റ്റ് വരുമ്പോൾ വെറും ശൂന്യത മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കണം. ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റുമുള്ള ഏത് വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാത്തിടത്തോളം കാലം, നിങ്ങളെ മറന്ന് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, നിങ്ങൾ അവരിൽ നിന്ന് ഓരോന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുകയില്ല. പ്രതീക്ഷയില്ലാതെ കൊടുക്കുക. തിരിച്ച് കിട്ടണ്ട, എനിക്ക് വേണ്ട, ഞാൻ പക്ഷേ കൊടുക്കും. അതാണ് ദൈവീകമാകുന്ന കരസ്പർശം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ എപ്പോഴാവാൻ ശ്രമിക്കുന്നു, അപ്പം മുതലേ നിങ്ങളുടെ ജീവിതം മാറത്തുള്ളൂ. അഫർമേഷൻസ് എഴുതുക, പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡ് ആകുക, പ്രകൃതിയുമായിട്ട് സംസാരിക്കുക, പ്രകൃതിയോട് ലയിച്ച് ചേരുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിലേഷൻ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മറ്റു ബന്ധങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുക, നിങ്ങളെ സ്നേഹിക്കുക, അഫർമേഷൻസ് എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാകുക, നന്ദിയുള്ളവരാകുക. നമുക്ക് ഓരോ ദിവസവും ലഭിക്കുന്ന നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയുക, എപ്പോഴും പ്രകൃതിയോട് നന്ദി പറയുക. കൂടാതെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു അഫർമേഷൻസ് ഇതായിരിക്കണം കേട്ടോ: എനിക്ക് എല്ലാ ദിവസവും മിറാക്കിൾ സംഭവിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും മിറാക്കിൾ വരുന്നു, എനിക്ക് എല്ലാ ദിവസവും മിറാക്കിൾ സംഭവിക്കുന്നു എന്ന് ഇങ്ങനെ പറയുക. എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും മിറാക്കിൾ സംഭവിക്കുന്നു. അപ്പം നിങ്ങൾ പോലും അറിയാതെ പല കാര്യങ്ങളും മിറാക്കിൾ സംഭവിക്കട്ടെ, മാജിക്ക് സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കി വെക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. റീയൂണിയൻ എനർജി ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു ബന്ധം 6-7 വർഷമായിട്ട് മാറി നിൽക്കുന്നതാവാം. നമ്മളൊരു ലോങ് ടൈം എനർജി സ്റ്റോപ്പായി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഒരു പക്ഷേ 6-7 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാകാം. അതിന് മുന്നോട്ടേക്കാണ് കേട്ടോ എനർജികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു പൂർണ്ണമാകുന്ന ഒരു സെപ്പറേഷൻ പീരീഡിലായിരിക്കാം. അതുപോലെ തന്നെ ഫുൾ ബ്ലോക്കേജ് എനർജിയിലായിരിക്കാം. എല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളാണ്
സമയത്താണ് നിങ്ങളും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും നിങ്ങളൊരു മായാവലയത്തിലോ അല്ലെങ്കിൽ ഒരു ഒരുപാട് പ്രോബ്ലംസുകൾക്കിടയിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസിലും മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന സാഹചര്യത്തെയുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കും ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. തടസ്സങ്ങൾ കണക്റ്റഡ് ആകുന്നുണ്ട്. അതായത് ഔട്ട്സൈഡായിട്ടും ഇൻസൈഡായിട്ടും തടസ്സങ്ങളുണ്ട്. മനസ്സുകൊണ്ടുള്ള ചിന്തകളിലും തടസ്സങ്ങളുണ്ട്. അതുപോലെ പുറത്തേക്ക് ചിന്തിക്കുമ്പം ചുറ്റുപാടുകളിലും പല ബന്ധങ്ങളും തടസ്സങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഉണ്ട് എന്നുള്ളതാണ് കറൻ്റ്ലി കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷനിൽ പാസ്റ്റിൽ നിങ്ങൾ ശക്തമായിട്ടും ഫൈറ്റിംഗ് ചെയ്തിട്ടുള്ളൊരു ബന്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വലിയ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് വ്യക്തികൾക്കിടയിലും വിശ്വാസവഞ്ചനയുടെയും ചതിയുടെയും അതുപോലെ തന്നെ സെപ്പറേഷന് കാരണമാകുന്ന ഓരോ കാര്യങ്ങളും രണ്ടു പേരും വ്യക്തമായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചത് നിങ്ങൾക്ക് ഇവരുടെ ഒരു അകൽച്ച അല്ലെങ്കിൽ ഇവരിൽ നിന്ന് ലഭിച്ച ചില ബിഹേവിയറൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ അല്ലെങ്കിൽ ചില നെഗറ്റീവാകുന്ന കാര്യങ്ങൾ നിങ്ങളെ മാനസികമായിട്ട് തകർത്തപ്പോഴായിരിക്കാം ഫൈറ്റിംഗ് ഉണ്ടായത്. പക്ഷേ ആ ഫൈറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതായത് ഒരു ഫൈറ്റിംഗ് ആണ് ഇതിന് കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചേർന്ന് നിൽക്കാനുള്ള മനസ്സില്ലായ്മയാണ് ഇതിന് കാരണമെന്നൊക്കെയുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നിങ്ങളെ കുറ്റക്കാരാക്കിയിട്ടുണ്ട്. നിങ്ങളാണ് തെറ്റ് ചെയ്തതെന്നുള്ള ആ ഒരു വിധിയെഴുത്ത് നിങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ള ഒരു എനർജീനെ കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് മൗനമായിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു കൺഫ്യൂഷനാണ്. ശരിക്കും ബന്ധത്തിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻ ഈ ഒരു സെപ്പറേഷനിലേക്ക് വന്നത്, നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ള ഒരു ഉള്ളുരുകൽ നിങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. ചില എനർജികളിൽ മൗനമായിട്ട് നിങ്ങളോട് ഈ ഒരു ബന്ധം അവസാനിപ്പിക്കുന്നു എന്നോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുപോലും പറയാതെ മൗനമായിട്ട് നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്ന ഒരു എനർജിയും അത് ബ്ലോക്ക് എനർജിയിലേക്കാണ് ഇറങ്ങിപ്പോയതായിട്ട് കാണുന്നത്. അവരെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ ഇൻഫർമേഷൻസും ഇല്ലാത്ത വിധം നിങ്ങളെ ബ്ലോക്കാക്കി നിർത്തിയിരിക്കുന്ന എനർജികളുടെ പ്രസൻസും നമുക്ക് ഈ ഒരു റീഡിങ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും വളരെ ഫ്രഷായ, വളരെയധികം മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്ന, വളരെയധികം പോസിറ്റിവിറ്റിയോടുകൂടി നല്ല ഒരു ബ്ലെസ്സിങ്സ് എനർജിയിൽ നിന്ന റിലേഷനായിരുന്നു നിങ്ങളുടെ ബന്ധം. ഒരു രീതിയിലേക്ക് നോക്കിയാൽ നല്ലൊരു ഹെൽത്തി റിലേഷനായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു റിലേഷൻ്റെ സമയത്ത് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിരുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒരുപാട് ബ്ലെസ്സിങ്സ്, ഒരുപാട് മാറ്റങ്ങൾ, പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡായി വരുന്നുണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചില എനർജികൾ ഈ ഒരു ബന്ധം വിവാഹം പോലുള്ള, അതായത് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് എനർജിയിൽ എത്താൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളും അത് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻസും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. നല്ല രീതിയിൽ ആക്ഷൻ എടുക്കാൻ സാധിക്കുന്ന ബന്ധമായിരുന്നു. ഹെൽത്തി റിലേഷനായിരുന്നു. പക്ഷേ ആ ഒരു ബന്ധത്തിനിടയിൽ ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടായ ചില ആക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ചില പൊരുത്തക്കേടുകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളാവാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിടയിലുണ്ടായ ഫൈറ്റിംഗ് എനർജി ആവാം. എടുത്ത ആക്ഷനിലാണ് പ്രോബ്ലംസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ സമയത്തിനനുസരിച്ച് ഉചിതമാകുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാതെ പോയതായിരിക്കാം. ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ, കരിയർ എനർജിയൊക്കെ ബേസ് ചെയ്ത് മറ്റെന്തെങ്കിലും ഒരു ഭാഗത്തേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തതാവാം, സാമ്പത്തികപരമായിട്ടുമൊക്കെ. അതുമെല്ലാം ഈ ഒരു ബന്ധത്തിനകത്ത് ഇഷ്യൂസിനെ ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും കർമ്മ എനർജിയിലാണ് ഇപ്പോൾ ഈ ഒരു ബന്ധം നിൽക്കുന്നത്. ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നുണ്ട്. അതായത് റിയൂണിയൻ എനർജിയെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ആഴത്തിൽ ചിന്തിക്കുന്ന മാത്രമല്ല, നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഒരുപാട് ഫോക്കസ് ചെയ്തിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ മുമ്പ് യാചിച്ചിട്ടുണ്ടാവാം, താഴ്ന്നു കൊടുത്തിട്ടുണ്ടാവാം. അതുപോലെ അവരുടെ എല്ലാ രീതിയിലുള്ള നെഗറ്റിവിറ്റികളെയും ക്ഷമയോടുകൂടി നിങ്ങൾ, സഹനത്തോടുകൂടി നിങ്ങൾ കാത്തു നിന്ന് വെയിറ്റിംഗ് ചെയ്ത് നിന്നിട്ടുണ്ടാവാം. പക്ഷേ അവരതെല്ലാം ചിന്തിക്കുന്ന, ഇനി അത് തിരിച്ച് അതേപോലെ അവർ ക്രിയേറ്റ് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു റിലേഷനിൽ ഒരു റിയൂണിയൻ ഉണ്ടാവാൻ
ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതായത് അവർ നിങ്ങളിലേക്ക് വന്നാൽ മാത്രമാണ് ആ ഒരു ബന്ധത്തിന് ഇനിയൊരു പൂർണ്ണത ഉണ്ടാകൂ, നിങ്ങൾ അവരിലേക്ക് തിരിഞ്ഞ് ചെല്ലില്ല എന്നുള്ള ഒരു തോട്ട്സ് അവരിൽ വളരെ ശക്തമായിട്ടും കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് വന്നു, നിങ്ങളൊരു തിരിച്ചറിവിലേക്ക് വന്നു എന്നുള്ളൊരു ചിന്ത അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഫ്യൂച്ചറിലേക്ക് അവർക്കൊരു പ്രതീക്ഷയുണ്ട്. അവരുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടെങ്കിലും ഫ്യൂച്ചർ എന്ന് പറയുന്ന നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അവർക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത്, നിങ്ങൾ അവരെ എത്രത്തോളം ഫോക്കസ് ചെയ്തിരുന്നോ അത്രത്തോളം അവർ ഇനി നിങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടി വരും എന്ന ആ ഒരു തോട്ട്സ് അവരെ വല്ലാതെ തളർത്തുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്, അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അവരുടെ പല കാര്യങ്ങളിലും അവർ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അവരുടെ ജീവിത പുരോഗതിക്കാണെങ്കിലും അവരുടെ ലൈഫിലെ കറൻറ്റിലുള്ള സിറ്റുവേഷൻസിലാണെങ്കിലും ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, പ്രതീക്ഷ അർപ്പിക്കുന്നു. അവർ നല്ല രീതിയിൽ അവരുടേതാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു പോകുന്നുണ്ട്. പക്ഷേ അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഇതിനകത്ത് ചിലരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു അഡ്വൈസിങ് എനർജിയുടെ ആവശ്യം വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ഫാമിലി എനർജിയൊക്കെ ആണെങ്കിൽ നിങ്ങളിനി ഒന്നും പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു മധ്യസ്ഥതയുടെ അല്ലെങ്കിൽ ഒരു അഡ്വൈസിങ് എനർജി നല്ല രീതിയിൽ നല്ല അറിവുള്ള ഒരു വ്യക്തിയിൽ നിന്നോ മതപണ്ഡിതനിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതാകുന്ന കാര്യവും കൂടി ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതവർ ചിന്തിക്കുന്നുമുണ്ട്. മറ്റൊരാളുടെ സാന്നിധ്യം വേണ്ടി വരും, മറ്റൊരാളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമായിരിക്കുള്ളൂ ഇനി ഒരു ബന്ധത്തിന് നല്ല ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ സാധ്യത എന്നതും അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങളെ വിട്ടുകളഞ്ഞിട്ടില്ല, ഹോൾഡ് ചെയ്യുക തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിരിക്കുന്ന കേട്ടോ. ഇതിനകത്തൊരു തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെ ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ ഉള്ള സമയത്ത് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടായിരുന്നു കാണും. അതിലവരൊരു സൺറൈസിങ് എനർജി, ഒരു സക്സസ് പ്രതീക്ഷിച്ചിരുന്നു കാണും. അവർ ശരിക്കും ഒരു മാനിഫെസ്റ്റേഷൻ നടത്തുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. തേർഡ് പാർട്ടി പ്രസൻസിൽ അവർ പ്രതീക്ഷ കൊടുത്തതൊന്നും അവർക്ക് ഫലം ചെയ്യാതെ പോയിട്ടുണ്ട്. അവർക്ക് അവിടെ ഒരു ലോസ് ഫീലിങ്സ് വരുന്നുണ്ട്. അവരിപ്പം വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്, വളരെ ഹൈ ലെവലിൽ അവർ ചിന്തിക്കുന്നുണ്ട്. കാര്യങ്ങളെക്കുറിച്ചും തെറ്റിദ്ധരിക്കപ്പെട്ടതിനെക്കുറിച്ചും തെറ്റുപറ്റിയതിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നല്ലൊരു തിരിച്ചറിവിൻ്റെ പാതയിലാണ് അവർ. മാത്രവുമല്ല അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സക്സസ് എനർജി. 10 of Wands എനർജി വന്നിരിക്കുന്നത്. കുറച്ച് ഭാരമൊക്കെ ഇറക്കി വെക്കാം എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ബന്ധത്തിൽ ഓവർ കൺട്രോളിങ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിയിലോ ഒന്നെങ്കിൽ നിങ്ങളിലോ അവരിലോ ഒരു ഓവർ പ്രതീക്ഷ, അധികമാകുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാണും. വളരെ ശുദ്ധ മനസ്സോടു കൂടിയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഓവർ കൺട്രോളിങ്, എപ്പോഴും അവരെ വരിഞ്ഞു മുറുക്കുന്ന രീതിയിലുള്ളൊരു പ്രസൻസ് നിങ്ങളിൽ നിന്നോ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒരു ബർഡൻ ആയിരുന്നു പാസ്റ്റിലേക്ക് നോക്കുമ്പോഴെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇച്ചിരി ഈഗോ ഉണ്ടായിരുന്നു, ഇമോഷണൽ ഈഗോ ഉണ്ടായിരുന്നു. അതായത് സ്നേഹിക്കണമെന്നും സ്നേഹിക്കപ്പെടണമെന്നും ഒക്കെയുള്ള ആഗ്രഹത്തിനെ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഒരുപാട് മറ്റ് സിറ്റുവേഷൻസുകളുണ്ട്, എൻ്റെ ലൈഫിൽ എനിക്ക് സ്നേഹിക്കാനോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ മറ്റ് സാഹചര്യങ്ങളുണ്ട് എന്നുള്ള ഒരു തോട്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ ഒക്കെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ആ ഒരു പ്രോബ്ലംസും ഇതിനകത്തൊരു ബർഡൻ എനർജിയിലാണ് നിൽക്കുന്നത്. ആ സാഹചര്യങ്ങളെല്ലാം അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങളിലുണ്ടായിരുന്ന ഓവർ കൺട്രോളിങ്, ആ ഒരു വ്യക്തിയോട് തോന്നിയ ഒരു പൊസസീവ്നെസ്സും ആ വ്യക്തിക്കുണ്ടായിരുന്ന ഒരു ഇമോഷണൽ ഈഗോയും എല്ലാം തീർച്ചയായിട്ടും അവസാനിക്കുന്നു. അങ്ങനെയുള്ള കുറേ ഭാരം നിങ്ങളുടെ ബന്ധത്തിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ, അതായത് ഈ ഒരു ബന്ധത്തിലാണ് വാല്യൂ ഉള്ളത്, ഈ ബന്ധത്തിൽ നിന്നാണ് ബെനിഫിറ്റ് ഉള്ളതെന്ന് തിരിച്ചറിയുന്നുണ്ട്. നിരാശയുണ്ട് കേട്ടോ. നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണെന്നൊക്കെ അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു പാഷൻ, അവരുടെ ഒരു സ്വപ്നമെന്ന് പറയുന്നതും ഒരു പക്ഷേ നിങ്ങളോടുള്ളൊരു ഇമോഷൻസ് ആവാം, അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ആഗ്രഹ സാഫല്യമാവാം. അതിലവർക്ക് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട്, അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒരുമിച്ചൊരു
പുതിയൊരു ട്രാവലിംഗ് എനർജി അവർ നിങ്ങളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു എസ്കേപ്പിംഗ് എനർജി ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളവരുടെ എനർജി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ ഈ ഒരു റിലേഷൻ അവസാനിപ്പിച്ചു എന്ന് പോലും പറയാതെ ഒരു എസ്കേപ്പിംഗ് എനർജി, മറ്റേതോ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് അവർ പ്രതീക്ഷ അർപ്പിച്ച് നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയൊരു സിറ്റുവേഷൻസ് ഉണ്ട്. ചില ബന്ധങ്ങളിലൊക്കെ ഒരു ചിൽഡ്രൻസിൻ്റെ പ്രസൻസ് കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരു വൺ ബേബി എനർജിയുടെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പം ആ ഒരു മറ്റൊരു സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങളോട് ഒരു വാക്കുപോലും പറയാതെ ആണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്തതിലും കൂടുതൽ അവർ ശക്തമായിട്ട് നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നല്ലൊരു തിരിച്ചറിവ് ലഭിച്ചിട്ടുണ്ട്. അവർ കുറച്ചൊന്ന് ആലോചിക്കുന്നുണ്ട് ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ചും നിങ്ങളുടെ വാല്യൂവിനെക്കുറിച്ചൊക്കെ അവർ ശരിക്കും ആലോചിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ അവരൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പം നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു, നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ പ്രസൻസിൻ്റെ ആ ഒരു മിസ്സിങ് ഫീലിങ്സ് അവർക്ക് കറൻറ്റ് ആ ഒരു എലോൺ ടൈമിൽ അവർക്ക് ലഭിക്കുന്നതായിട്ട് തോന്നുന്നു. അവിടെ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ എത്ര നിഷ്കളങ്കമായിരുന്നു, നിങ്ങൾ എത്ര പോസിറ്റീവും എത്രത്തോളം വിശ്വസ്തയോടുകൂടി ചേർത്ത് പിടിക്കാൻ പറ്റുന്നതായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ അവരുടെ ഉള്ളിലൊരു കൺഫ്യൂഷനോടെ ഉണ്ട് കേട്ടോ. അവർ സ്റ്റക്കാവുന്നുണ്ട്. നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മൂവ് ഓൺ ചെയ്തു പോയി, അതായത് നിങ്ങൾ ഒരിക്കലും പോകാതെ വെയിറ്റിംഗ് ചെയ്യുമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം അവരിൽ ഉണ്ടായിരുന്നെടുത്ത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ചെറിയൊരു തീപ്പൊരി പോലെ കത്തുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ അവരെ വിട്ടുപോയോ, മൂവ് ഓൺ ചെയ്തു പോയിട്ടുണ്ടാവുമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു സക്സസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരു തോട്ട്സ് അവരെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. എന്താണെങ്കിലും തേർഡ് പാർട്ടി പ്രസൻസ് ഇതിനകത്ത് തകർച്ചയിലാണ് കേട്ടോ. നിങ്ങളിൽ നിന്നും അവർ ഏത് വ്യക്തിബന്ധത്തിലേക്കാണോ പോയത്, എന്താണ് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങളിൽ നിന്ന് മാറിപ്പോയത്, അവിടെ ശക്തമാകുന്നൊരു വീഴ്ച ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രാപ്പഡ് എനർജിയിലാണ് കറൻറ്റ്ലി ഇവർ. നിങ്ങളെയും മറ്റൊരു സിറ്റുവേഷൻസിനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊന്ന് മാനേജ് ചെയ്യാമെന്നിവർ ചിന്തിച്ചുവെങ്കിൽ ഇവർക്കതിന് നല്ല രീതിയിൽ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വീഴ്ച, തല കുത്തനെയുള്ളൊരു വീഴ്ച അവർക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം, എല്ലാം മറന്നൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇംബാലൻസിങ് എനർജിയിലായിരുന്നു. അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും, കൺഫ്യൂഷൻ കറൻറ്റ്ലി ഉണ്ടെങ്കിലും നിരാശയോടുകൂടി അവർ വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർക്ക് പ്രതീക്ഷയില്ല നിങ്ങളുമായിട്ടൊരു സ്ട്രോങ് ആവുന്നൊരു റീയൂണിയൻ സാധ്യമാകുമെന്നവർ പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവർക്ക് മനസ്സിലാകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ചെയ്യാം, വെയിറ്റിംഗ് ചെയ്ത് എന്താണ് നെക്സ്റ്റ് എന്നറിയാം. ശരിക്കും നല്ല തലവേദന, അതായത് അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് സമാധാനമില്ലാത്തൊരവസ്ഥയാണ്, മെൻ്റൽ സ്ട്രഗിളിങ്ങിലാണ്. ശരിക്കും ഫ്രസ്ട്രേഷനും ആൻസൈറ്റിയൊക്കെയാണ് അവരെ പിടികൂടുന്നത്. ഒരു കുറ്റപ്പെടുത്തുന്ന, അതായത് അവർ സ്വയം അവരിങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അവർ ചെയ്ത പാസ്റ്റിൽ പല കാര്യങ്ങളും അവരിങ്ങനെ തികട്ടി വരുന്നൊരു സിറ്റുവേഷൻസാണ്. നിങ്ങളോട് അവർ ഹൈഡ് ചെയ്യുന്നത് അവരുടെ ബർഡനാണ് കേട്ടോ. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെക്കുറിച്ച് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ചില ചെറിയ കമ്മ്യൂണിക്കേഷൻ ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന ബർഡൻ, ആവശ്യമില്ലാത്ത ഒരുപാട് ടെൻഷൻ അവർ ചുമക്കുന്നുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും ഡിലേ എനർജിയാണ്. ഒന്നും തന്നെ അവർക്ക് സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുക്കാൻ പറ്റാത്തതൊക്കെയാണ് അവർ ഹൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം. ഒരു നിരാശയുണ്ട് അവർക്ക്. തുറന്ന് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക, ഒരു ലോസ് എനർജിയിലാണ് നിൽക്കുന്നത്. ഒരു റീസ്റ്റാർട്ടിങ് ആഗ്രഹിക്കുന്നു, പുതിയൊരു ലൈഫ് സിറ്റുവേഷൻ വേണം, സമാധാനം വേണം. ഇതൊന്നും അവർക്ക് പറയാൻ പറ്റാത്ത ആ ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസാണ് നിൽക്കുന്നത്. പിന്നെ നിങ്ങളിൽ അവർ ഫോക്കസ്ഡ് ആണ്. നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല.
നിരാശയാണ്. അതിന് കാരണം പാസ്റ്റിൽ അവർക്ക് പറ്റിയ തെറ്റുകളെയും കൂടി അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. കാരണം അവരുടെ കയ്യിലും തെറ്റുണ്ടായിരുന്നു, അവരിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങളോട് തുറന്നു പറയാൻ പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല, അതും അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ശരിക്കും ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി, അതായത് നല്ലൊരു പാർട്ട്ണർ എനർജിയിൽ പോകേണ്ട ബന്ധത്തിൽ ഒരു ചീറ്റിംഗ് സംഭവിച്ചു. അതായത് നിങ്ങളെ അവർ ശക്തമായിട്ട് ചതിച്ചു എന്ന് തന്നെ പറയാം. അതായത് മിസ്യൂസ് ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. പല രീതിയിലും നിങ്ങളെ അവർ മിസ്യൂസ് ചെയ്തതും അവർ ശരിക്കും കുറ്റബോധം പെടുന്നുണ്ട്. അവരതിനെ ഭയക്കുന്നുണ്ട്. കർമ്മയെ അവർ പേടിക്കുന്ന ഒരു എനർജിയും അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളോട് അവർക്ക് അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളുടെ ആ ഒരു സ്നേഹം, സാന്നിധ്യം, നിങ്ങളുടെ പ്രസൻസ് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതും അവർ ഹൈഡ് ചെയ്ത് പിടിക്കുകയാണ്. അതിനെയൊക്കെ അവർ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഏസ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു പക്ഷേ നിങ്ങൾ അവരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. കാരണം അവരുടെ ഇമോഷൻസിന് അവർക്കൊരു ഈഗോയാണ്, ഒരു സെൽഫിഷ് എനർജി കൂടിയ ഒരു പേഴ്സൺ ആണ്. പിന്നെ അവർക്ക് എല്ലാത്തിനും ഒരു മടുപ്പും വെറുപ്പും ഒക്കെ ഉണ്ട്. ഒരു പക്ഷേ മുൻകാലങ്ങളിലോ മുൻ ജന്മങ്ങളിലോ ഒക്കെ ചില കർമ്മ ബേസ് ആയിരിക്കാം. അവർക്ക് ഒന്നിനോടും ഒരു ആത്മസംതൃപ്തി തോന്നില്ല. ഒന്നും എക്സ്പീരിയൻസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും ഒരു എന്താ പറയുക ബ്ലെസ്സിങ്സ് വേണമെന്നോ ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് എല്ലാത്തിനും ഒരു മടുപ്പാണ്. ഈ ഒരു മടുപ്പ് എന്ന് പറയുന്നത് അവർക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സും അവരുടെ കയ്യിലുള്ളതും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ ഈ ഒരു മനോഭാവം എല്ലാം അവർ ഹൈഡ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.